കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതെല്ലാം നമുക്ക് പോകെ പോകെ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. റെഡിയാണോ എല്ലാവരും? ഓക്കെ, ടീച്ചർ ഇപ്പൊ ഇരിക്കുന്നത് കാണാമോ? ടീച്ചർ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ടീച്ചർ എങ്ങനെയാ, നിലത്താണോ ഇരിക്കുന്നത്? ഓക്കെ, കാണിച്ചു തരാം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നലെ നമ്മൾ ചിന്മുദ്രയും പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ നട്ടല് നിവർത്തിയിരിക്കണമെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ എന്താണ്, നമ്മൾ ബ്രീത്തിങ് 1 2 3 കൗണ്ടില് എടുത്ത് ഇൻഹെയിൽ ചെയ്ത് 1 2 കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് 1 2 3 കൗണ്ടിൽ അഗെയിൻ എക്സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത് സുഖാസന എന്ന് പറയുന്ന ഒരു യോഗിക് പോസ്റ്ററിലേക്ക്, ഒരു യോഗാസനത്തിലേക്ക് നമ്മൾ അതൊന്ന് കൊണ്ടുവരികയാണ്. സുഖാസന പേരെന്താണ് ഞാൻ പറഞ്ഞത്? സുഖാസന. നമ്മള് സാധാരണഗതിയിൽ ചമർമണിഞ്ഞിരിക്കത്തില്ലേ? ഓക്കെ. ഇനി ടീച്ചർ പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. സുഖാസന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നിലത്തിരിക്കുമ്പോൾ ചമർമണിഞ്ഞിരിക്കുമല്ലോ, ആ ചമർമണിഞ്ഞിരിക്കുന്ന ആ ഒരു പോസ്റ്ററിനെ നമ്മൾ യോഗയിൽ പറയുന്നത് സുഖാസന എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നിലത്ത് ചമർമണിഞ്ഞിരിക്കുന്നു, നട്ടല് നേരെ നിവർത്തി വെക്കുന്നു. പിന്നീട് നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ചിന്മുദ്ര കയ്യിൽ എടുക്കുന്നു. അതിനുശേഷം കൈ രണ്ട് വശത്തേക്കായിട്ട് നിവർത്തി വെക്കുന്നു. ചെറുതായിട്ടൊന്ന് കാലിന് മുട്ടിൽ കുഞ്ഞൊരു സപ്പോർട്ട്, അല്ല അത് മൊത്തത്തിൽ നമ്മളിങ്ങനെ വെയിറ്റ് കൊടുത്ത് താങ്ങിയിരിക്കുകയല്ല, ചെറിയൊരു സപ്പോർട്ടും കൂടെ കൊടുത്ത് നട്ടല് നിവർത്തി വെച്ച് കണ്ണടച്ച് ഇന്നലത്തെ നമ്മൾ എങ്ങനെയാണ് ബ്രീത്തിങ് നമ്മൾ ചെയ്യാൻ പഠിച്ചത് അതൊന്ന് ചെയ്യാം. മനസ്സിലായോ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞത്? ഓക്കെ, ടീച്ചർ ഒന്ന് ചെയ്ത് കാണിക്കാം ഒരു പ്രാവശ്യം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് സുഖാസന എന്ന യോഗാസനമാണ്. യോഗിക് പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസനം. ഓക്കെ, ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ പോസ്റ്റർ അല്ലെങ്കിൽ ആസന എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സുഖാസനയാണ്. നമ്മൾ സാധാരണഗതിയിൽ ചമ്രമണിഞ്ഞിരിക്കുന്ന അതേ പോസ്റ്റർ തന്നെയാണ്. പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്തൊന്നും നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നു. നമ്മുടെ നട്ടല് നമ്മൾ നേരെ നിവർത്തി ഇരുത്തുന്നു, അതോടൊപ്പം കയ്യിൽ നമ്മൾ ചിന്മുദ്ര കൊണ്ടുവരുന്നു. ഓക്കെ, ടീച്ചർ അത് ചെയ്ത് കാണിക്കാം. Inhale 1 2 3, hold the breath 1 2, exhale 1 2 3. ടീച്ചർ ചെയ്തത് കണ്ടോ? അപ്പൊ ഞാനിപ്പോ 3 രീതിയിൽ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ടീച്ചർ തന്നെ ടീച്ചറിനോട് കമാൻഡുകളൊക്കെ പറഞ്ഞ് അതുപോലെ ചെയ്തു. പിന്നത്തെ പ്രാവശ്യം ഒന്നും മിണ്ടാതെ ജസ്റ്റ് ബ്രീത്ത് മാത്രം എടുത്ത് ഒന്നും പറയാതെ ടീച്ചർ ചെയ്തു. പിന്നെ ടീച്ചർ കയ്യിൽ എണ്ണി കാണിച്ചു. എന്താണ് 1 2 3 കൗണ്ട് നമ്മൾ വാഗോണ്ട് പറയുന്നതൊന്നും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1 2 3 എന്ന് പറഞ്ഞ് എണ്ണി കാണിച്ചു. ഹോൾഡ് ചെയ്ത സമയത്ത് 1 2 എന്ന് പറഞ്ഞ് കയ്യിൽ എണ്ണി കാണിച്ചു. ഓക്കെ, അപ്പൊ ഇനി ടീച്ചർ ഇവിടെ നിന്ന് കമാൻഡ് തരാം, മക്കളാണ് ചെയ്യേണ്ടത്. റെഡിയാണോ നിങ്ങള്? ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്ന് ടീച്ചർ ഇരിക്കുന്ന കണ്ടോ? യോഗ മാറ്റിൽ ഇരിക്കുന്ന കണ്ടോ? ഒരു കുഞ്ഞു യോഗ മാറ്റ് ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇന്ന് യോഗ മാറ്റ് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? മാറ്റോ പായോ ഷീറ്റോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ നോക്കുന്ന എല്ലാവരും തന്നെ നല്ല മിടുക്കരായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നാളെ തൊട്ട് എന്തെങ്കിലും ഒരു പായോ
ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കട്ടിയുള്ള സാധനം നമ്മൾ ഒന്ന് നിലത്ത് വിരിച്ചതിന് ശേഷം മാത്രം അതിൽ നിന്നും ഇരുന്നും ഒക്കെ നമുക്ക് യോഗ ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്യാം. ഞാൻ കമാൻഡ് തരട്ടെ? ഓക്കെ, റെഡി? Close your eyes. Close your eyes. Spine straight. നടു നിവർത്തി വെക്കുക. കൈകൾ ചിൻമുദ്രയിൽ കൊണ്ടുവരിക. Inhale. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1 2 3. Hold the breath. ശ്വാസം പിടിച്ചു വെക്കുക. 1 2. Exhale. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. 1 2 3. നമ്മൾ ഒന്നുകൂടി ഇത് ആവർത്തിക്കുകയാണ്. Inhale. 1 2 3. Hold the breath. 1 2. Exhale. 1 2 3. പതുക്കെ കണ്ണുകളൊന്ന് തുറക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഓക്കെ, അപ്പൊ ഇന്നലെ ടീച്ചറുടെ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പേര് ടൈപ്പ് ചെയ്യണം. ഇന്നലെ ടീച്ചറുടെ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യണം. അപ്പൊ ഇന്നലെ ടൈപ്പ് ചെയ്ത എല്ലാവരുടെയും പേരുകൾ ടീച്ചറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടീച്ചർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് റെസ്പോൺസ് തരുമോ? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു തരുമോ എനിക്ക്? ഓക്കെ, ബിയ ബി മാത്യു ഉണ്ടോ ഇവിടെ? ബിയ ബി മാത്യു ഉണ്ടോ ക്ലാസ്സില്? ഓക്കെ, അതിലക്ഷ്മി രാജ് ഉണ്ടോ? ലിയ ആൻഡ് ബോബി ഉണ്ടോ ക്ലാസ്സില്? ഇന്ന് വിളിക്കുന്നവരാരും ഇല്ലേ? അപ്പൊ ഇന്നലെ വന്നവരാരും ഇന്ന് വന്നിട്ടില്ല, എല്ലാം പുതിയ ആൾക്കാരാണോ ഇന്ന്? അൽഫോൻസ ബിജു ഉണ്ടോ ക്ലാസ്സില്? അൽഫോൻസ ബിജു, നമ്മൾ ഇന്നലെ എന്തുവായിരുന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു? പറഞ്ഞു തരുമോ ടീച്ചറിന്? ഓർക്കുന്നുണ്ടോ? ആ, എവിടെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ആ, മിടുക്കി. ഇന്നലെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു മുദ്ര മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. ഇന്നലെ പഠിച്ച മുദ്ര ചിന്മുദ്രയാണ്. വേറെയും കുറെ മുദ്രകൾ വെച്ച് നമുക്ക് യോഗ ചെയ്യാം. പിന്നെ ചില സമയത്ത് നമുക്ക് വളച്ചൊക്കെ ചെയ്തുകൊണ്ടുള്ള യോഗിക് പോസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് പിന്നെ പതുക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പറഞ്ഞു തന്നു മോള്. കൺഗ്രാറ്റുലേഷൻസ് അൽഫോൻസ. ക്രിസ്റ്റീൻ പി ബാബു ഉണ്ടോ ഈ ക്ലാസ്സില്? ആ, ഓക്കെ ക്രിസ്റ്റി. നമ്മുടെ അൽഫോൻസ പറയാത്ത കുറച്ച് കാര്യങ്ങളൊന്ന് പറയുമോ ടീച്ചറിന്റെ അടുത്ത്? ആ ആ ഓക്കെ.
ചെയ്യണം. എന്തിനാണ് ഈ പായോ മാറ്റോ അല്ലെങ്കിൽ ഷീറ്റോ ഒക്കെ വിരിച്ച് നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ ഒരു കാര്യം കൂടി ടീച്ചർ ഇന്നലെ പറഞ്ഞായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് വിരിക്കുന്നതെന്ന് ഓർക്കുന്നുണ്ടോ ക്രിസ്റ്റി? എന്തോ? സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ? ടീച്ചർ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, ഒരു കുഞ്ഞു കാര്യം. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. ഒരു കുഞ്ഞു കാര്യം കൂടി ടീച്ചർ പറഞ്ഞായിരുന്നു, എന്തിനാണ് ഈ മാറ്റൊക്കെ ഇടുന്നതെന്ന്. ഓക്കെ, ആ ലാസ്റ്റ് ഉത്തരം പറഞ്ഞാണെന്ന് പേര് പറയാമോ? എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല ആളെ. ഓക്കെ, അയോണ നമുക്ക് പറഞ്ഞു തന്നു. ഒന്നുകൂടെ ഒന്ന് പറയാമോ അയോണ പറഞ്ഞ കാര്യങ്ങള്? ഭൂമിയിൽ നിന്നും വരുന്ന എനർജിയും നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന എനർജിയും തമ്മിൽ കൂട്ടിമുട്ടി ആ എനർജി വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി തറയിൽ ഒരു പാറ്റോ പായോ എടുത്ത് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ വരുന്ന എനർജിയാണ്. ഓക്കെ, അയോണ പറഞ്ഞു തന്നു. അയോണ നമുക്ക് വലിയൊരു കാര്യമാണ്, ഭയങ്കര ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഭൂമിയിൽ നിന്നുള്ള എനർജിയും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള എനർജിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന യോഗയുടെ ഫലങ്ങള് നമുക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് മാറ്റിട്ട് യോഗ ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു കാര്യമാണ് നമുക്കത് പറഞ്ഞു തന്നത്. ഇനി അടുത്ത ആളുടെ പേര് ഞാൻ വിളിക്കട്ടെ. അലീഷ മനോജ് ഈ ക്ലാസ്സിലുണ്ടോ? അലീഷ മനോജ്. ഓക്കെ, ബിന്ദ മരിയ ഉണ്ടോ ഈ ക്ലാസ്സിൽ? ബിന്ദ കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓക്കെ, ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു ആസനം കൂടി പഠിച്ചുകൊണ്ട് അതിലാണ് നമ്മൾ ബ്രീത്തിങ് ചെയ്തത്. എന്തായിരുന്നു? ചമ്മർമണിഞ്ഞിരിക്കുന്നത് സുഖാസന. മറന്നുപോലോ കേട്ടോ. സുഖാസന എന്നൊരു പറഞ്ഞ പോസ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിച്ച നമ്മുടെ യോഗിക് എക്സസൈസിന്റെ പേര് സുഖാസന. സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് നട്ടല് നിവർത്തി വെച്ച് കൈകൾ ചിന്മുദ്രയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബ്രീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറക്കോ? ഇന്ന് മറക്കരുത് കേട്ടോ. കേൾക്കുന്നുണ്ടോ ടീച്ചർ പറയുന്നത്? അപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ നട്ടലെല്ലാം നിവർത്തി വെച്ചിട്ടിരിക്കണം. സുഖാസന പൊസിഷനിലാണ് നമ്മൾ ഇന്ന് ഇരുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നിന്ന് ഒരാസനം കൂടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിന്നിട്ടുള്ള ഇന്ന് നമ്മൾ ഇരുന്നോണ്ട് ഒരെണ്ണം ചെയ്തു. ഇനി നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഒരെണ്ണം. ഓക്കെ, ഇപ്പൊ സുഖാസന പൊസിഷൻ ഞാൻ പറഞ്ഞു ചമ്മം പടിഞ്ഞ് എന്ത് ചെയ്യുന്നതാണ്. ഇനി നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ പോവാണേ. ടീച്ചറിനെ കാണാവോ? ഓക്കെ, അപ്പൊ ഇനി ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചേ. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെ നിൽക്കുന്നതെന്ന് കാണിച്ചേ. പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മള് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്ന പ്രണവാസന എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. യോഗയിൽ നമ്മൾ ഈ ഒരു പ്രയർ പൊസിഷനെ നമ്മൾ വിളിക്കുന്നത് പ്രണവാസന എന്നാണ്. അപ്പോഴും നമ്മൾ ചെയ്യുക ഇങ്ങനെ നട്ടിലൊന്നും വളർച്ചു വെക്കാതെ നേരെ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് എവിടെയെങ്കിലും നോക്കി അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ കണ്ണടച്ച് കൈകള് നമ്മുടെ ചെസ്റ്റിനോട് ചേർത്ത് വെച്ച് നമ്മൾ ഇൻഹെയിലും എക്സെയിലും ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ടീച്ചർ ഇവിടുന്ന് കൗണ്ട് തരും, അതനുസരിച്ച് ചെയ്താൽ മതി. ടീച്ചർ ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, പ്രയർ പൊസിഷൻ മനസ്സിലായോ? ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ യോഗിക് എക്സസൈസിന്റെ പേര് പ്രണമാസന എന്നാണ്. പേര് പറയുന്നത് പ്രണമാസന, പ്രണമിക്കുക.
വന്ദിക്കുക, പ്രയർ പൊസിഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പ്രണമാസന എന്നാണ് ഈ ഒരു യോഗിക് എക്സസൈസിന്റെ പേര്. ഓക്കെ, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നടു നിവർത്തി വെച്ചു. ഇനി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തും നടു നേരെയാക്കി വെക്കുന്നു. കൈകൾ പ്രയർ പൊസിഷനിൽ ചെസ്റ്റിനോട് ചേർത്ത് വെക്കുന്നു. മൊത്തത്തിൽ അങ്ങ് ചെസ്റ്റിനോട് കൂടുതൽ അടുപ്പിക്കുകയല്ല, എന്നാൽ കൂടുതൽ അകലെയുമല്ല. ഒരു ഒരു ബാലൻസിങ് പൊസിഷൻ എന്ന് നമ്മൾ പറയും. ബാലൻസിങ് പൊസിഷൻ, അതായത് ഇവിടെ ഒന്നും അല്ല പിടിക്കേണ്ടത്, ശരീരത്തിന്റെ നടുക്കാണ് പിടിക്കേണ്ടത്. പിന്നെ നമ്മുടെ കാലുകൾ നമ്മൾ വെക്കുമ്പോൾ ഒത്തിരി അടുപ്പിച്ചും ഒത്തിരി അകലെയും അല്ല വെക്കുന്നത്, നമ്മുടെ ഷോൾഡറിന്റെ വിട്ടിൽ വേണം കാല് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും നിൽക്കുന്ന പൊസിഷൻ ഒന്ന് ശരിയാക്കിക്കേ. എല്ലാവരും അവരുടെ ഷോൾഡറിന്റെ വിട്ടിലാണ്, ആ ഷോൾഡറിൽ നിന്നുള്ള അകലത്തിലാണ് കാലുകൾ വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കിക്കേ. ഒത്തിരി അകന്നു പോകരുത്, ഒത്തിരി അടുത്തും വരരുത്. കാരണം ഒരാൾ വന്ന് ഇങ്ങനെ ചുമ്മാ തട്ടി നോക്കുന്ന സമയത്ത് നമ്മൾ വീട് പോകരുത് എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമ്മൾ കാലുകൾ ഷോൾഡറിന്റെ വിട്ടില് അകത്തി വെക്കുന്നു. അതിനുശേഷം നമ്മൾ പോസ്റ്റർ നമ്മൾ പ്രണവാസന പിടിക്കുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു പ്രാർത്ഥിക്കുന്ന കൂപ്പുന്ന കരങ്ങൾ നമ്മൾ ഇങ്ങനെ ചെസ്റ്റിന്റെ തൊട്ട് മുന്നേ ആയിട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ആദ്യം നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മൾ ഇത് ചെയ്യുന്നു. ആദ്യം ടീച്ചർ കണ്ണുകൾ തുറന്നു വെച്ചെന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ടീച്ചർ ചെയ്ത് കാണിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ കൈ താഴ്ത്തി ഇട്ട് നിന്നോ. ഓക്കെ, inhale, hold the breath, exhale, inhale, 1 2 3, hold the breath, 1 2, exhale, 1 2 3. ഓക്കെ, മനസ്സിലായോ? ടീച്ചർ ചെയ്തത് മനസ്സിലായോ? ഓക്കെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ടീച്ചർ തരുന്ന കൗണ്ടിൽ ഒന്ന് ചെയ്യുക. ഓക്കെ, റെഡിയായോ എല്ലാവരും ചെയ്യാനായിട്ട്? ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സംശയമോ ഉള്ളവർ ടീച്ചറിന്റെ അടുത്ത് ഒന്ന് പറയണം കേട്ടോ, ക്ലാസ്സിന്റെ ഇടയ്ക്ക് കേട്ടോ. ഓക്കെ, കമന്റ് ബോക്സിൽ പേരുകളൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇല്ലാത്തവര്. താങ്ക് യു. അപ്പൊ നമുക്ക് പ്രണാസന ചെയ്യാം. ടീച്ചർ ഇവിടെ നിന്ന് പറഞ്ഞു തന്നാൽ മതിയോ? നിങ്ങൾ ചെയ്യത്തില്ലേ? മിടുക്കരല്ലേ നിങ്ങള്? ഒരു പ്രാവശ്യം കാണിച്ചു തന്നാൽ നിങ്ങൾ പഠിക്കുന്നവരാണെന്ന് ടീച്ചറിന് അറിയാം. ഇന്നലെ മക്കൾ നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഇന്ന് ചോദിച്ചപ്പോ നന്നായിട്ട് ടീച്ചർ അത് പറഞ്ഞു തന്നു. അപ്പൊ ഇപ്പൊ ടീച്ചർ ഇവിടുന്ന് പറഞ്ഞു തരട്ടെ, കമാൻഡ് തരട്ടെ. ഓക്കെ, പേരൊന്ന് പറയാവോ ഇന്നലെ വരാത്ത ആളുടെ? പൂജ. പൂജയ്ക്ക് എന്താ പറയാനുള്ള? പറഞ്ഞോ. അതെ അതെ, ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് വെളിയിലോട്ട് വിടുകയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞ ടീച്ചർ ഇവിടെ നിന്ന് കൗണ്ട് തരും. എക്സേൽ ചെയ്യുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ടീച്ചർ 1 2 3 എന്ന് പറഞ്ഞ് കമാൻഡ് തരും. പിന്നെ ഇടയ്ക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ടീച്ചർ പറയും. അപ്പോൾ 1 2 എന്ന കൗണ്ട് ടീച്ചർ തരും. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിൽക്കുക കേട്ടോ. റെഡി? ഷോൾഡർ വിട്ടില് കാലുകൾ വെക്കുക. കൈകള് പ്രയർ പോസ്റ്ററില്, പ്രയർ പൊസിഷനില് ചെസ്റ്റിന് മുന്നിലേക്ക് കൊണ്ടുവരിക. നടു നിവർത്തുക. മുന്നോട്ടൊരു പോയിന്റിലേക്ക് നേരെ നോക്കുക. ഇൻഹേൽ, 1 2 3. Hold the breath, 1 2. Exhale, 1 2 3. Inhale, 1
breath. 1, 2. Exhale. 1, 2, 3. Again നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്തവണ നമുക്കൊന്ന് കണ്ണുകൾ അടച്ചുകൊണ്ടൊന്ന് ചെയ്യാൻ നോക്കിയാലോ? നേരത്തെ നമ്മൾ സുഖാസന പൊസിഷനിൽ ബ്രീത്ത് ചെയ്തപ്പോൾ ഒന്ന് കണ്ണടച്ചായിരുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചായാനുള്ള ചാൻസ് ഒക്കെ വരും. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മുടെ ശ്രദ്ധ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പ്രണവാസന എന്ന് പറയുന്നത്. നമുക്ക് ശ്രദ്ധ വേണ്ടേ പഠിക്കാനായിട്ട്? ഏകാഗ്രതയും ഓർമ്മയും ഒക്കെ വരണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യോഗിക് എക്സസൈസ് ആണ് പ്രണവാസന എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സുഖാസന ചെയ്തപ്പോൾ എന്താണ്? ഇരുന്നുകൊണ്ടാണ് നമ്മൾ നടു നിവർത്തി വെച്ചത്. അപ്പോഴും എന്താണ്? നമ്മുടെ ശരീരത്തിലെ എനർജികളെല്ലാം നമ്മുടെ ശരീരത്തിലെ എല്ലായിടത്തേക്കും എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടു നിവർത്തിയിരിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ സുഖാസന നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും ഓർമ്മയും ഒക്കെ കൂടും. അതേപോലെ തന്നെ ഈ പ്രണവാസന നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും ഉത്സാഹവും എല്ലാം ഇങ്ങനെ കൂടും. പിന്നെ പോരാതെ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ഇങ്ങനെ നിന്ന് കൂനിയും വളഞ്ഞും ഒക്കെ നിൽക്കുന്ന ആ നിപ്പ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നിന്ന് വളരെ നല്ല രീതിയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ആഹാ എന്നെ രസോ എന്നെ ഒരു ഭംഗി എന്നൊക്കെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് പറയുമല്ലോ ചിലരെ കാണുമ്പോൾ, അവരുടെ ആ ഒരു നടപ്പും എടുപ്പും നിപ്പും ഒക്കെ കാണുമ്പോൾ. അപ്പൊ അതുപോലെ നമ്മുടെ ശരീരത്തിലെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ഈ നമ്മുടെ ലാലേട്ടനെ കണ്ടിട്ടില്ല ഇങ്ങനെ തോളൊക്കെ ചരിച്ച്, അത് ശരിക്കും ഒരു പോസ്റ്ററിന്റെ ഒരു ഡിഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ. പക്ഷെ എന്താണ് അതിന് ഭംഗിയതാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ചില നമ്മളുടെ ശരീരത്തിലെ ചില പോസ്റ്ററൽ ഡിഫക്ട്സിനെ, നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലുള്ള ചില പോരായ്മകളെയൊക്കെ മറികടക്കുവാനും അതിനെ നേരെയാക്കുവാനും യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രണവാസന എന്ന് പറയുന്നത് നമ്മൾ ഈ പോസ്റ്റർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പൊ ടീച്ചർ ഒന്നുകൂടെ കമാൻഡ് തരട്ടെ. ഇത്തവണ നമുക്ക് കണ്ണടച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? കാലുകൾ ഷോൾഡർ വിഡ്ത്തിൽ വെക്കുക, കൈകള് ചെസ്റ്റിന്റെ മുന്നിൽ കൊണ്ടുവരിക, കൂപ്പ് കൈകള് നേരെ മുന്നോട്ട് നോക്കി ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ടീച്ചർ ഇനി കമാൻഡ് തരാം, അതനുസരിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേൽ 1, 2, 3. Hold the breath 1, 2. Exhale 1, 2, 3. Again inhale 1, 2, 3. Hold the breath 1, 2. Exhale 1, 2, 3. ഒന്ന് പതുക്കെ കണ്ണുകൾ തുറക്കുമോ? ഇവിടെ പലരും ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുമ്പോൾ കൈകള് വെക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ടീച്ചർ കാണുന്നുണ്ട്. നമ്മൾ 90 ഡിഗ്രിയിൽ കൈകൾ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക? 90 ഡിഗ്രി ആംഗിളിലെ കൈ. അപ്പോൾ ആ ഒരു രീതി നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആ കൈകൾ കൂപ്പുമ്പോൾ നമ്മുടെ ബോഡി ആ ഒരു അലൈൻമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 90 ഡിഗ്രി. ഓക്കെ ഓക്കെ അപ്പൊ 90 ഡിഗ്രി വരുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരും കൈ ആ രീതിയിൽ ഒന്ന് നിവർത്തി വെക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. 90 ഡിഗ്രി എന്ന ആ ഒരു കണക്കൊന്ന് മനസ്സിൽ വെച്ചിട്ട് കൈകൾ ആ രീതിയിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, റെഡി? കാലുകൾ ഷോൾഡർ വിഡ്ത്തിൽ വയ്ക്കുക, കൂപ്പിയ കരങ്ങള് ചെസ്റ്റിന് മുന്നിൽ കൊണ്ടുവരിക, നടു നിവർത്തി വെക്കുക, മുന്നോട്ടൊരു പോയിന്റിലേക്ക് നോക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഇൻഹേൽ 1, 2, 3. Hold the breath 1, 2. Exhale 1, 2, 3. കണ്ണുകൾ പതുക്കെ ഒന്ന് തുറന്നേ. ഇനി എല്ലാവരും അവിടെ ഇരുന്നോ കേട്ടോ. ഇരുന്നു. അപ്പം
ടീച്ചർ പറഞ്ഞു തന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? 90 ഡിഗ്രിയിലെ ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തപ്പോൾ കുറച്ചുകൂടെ കൈകളൊക്കെ ഒന്ന് പൊക്കിക്കൊണ്ട് വന്നു. ചിലർക്കെങ്കിലും ആ ഒരു പൊസിഷൻ ഇങ്ങനെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നല്ലേ? ഇവിടെ കൈക്ക് ഒരു വേദനയും എന്തൊരു ബുദ്ധിമുട്ടും. അപ്പൊ മനസ്സിലായോ? നമ്മൾ സാധാരണഗതി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് നിൽക്കുക. പക്ഷെ നമ്മൾ യോഗയിലെ പ്രണവാസനത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ അളവുകൾ പറയുന്നത് ശ്രദ്ധിച്ചോ? ആ ഒരു 90 ഡിഗ്രി ആംഗിളിൽ നമ്മുടെ കൈകൾ ചെസ്റ്റിന് നേരെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ആ ഒരു പോസ്റ്റർ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇപ്പൊ ചില ആളുകൾക്ക് വളരെ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു പോസ്റ്ററൽ ഡിഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു ആംഗിളിലൂടെ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. കുറെയൊക്കെ ചിലത് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, പക്ഷെ കുറെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ശരിയാക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ ഒരു എനർജി ഫ്ലോയെ നല്ല രീതിയിൽ പോക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആരാണ് ടീച്ചറിനെ ഒന്ന് പറഞ്ഞു തരിക? ഞാൻ പേര് വിളിക്കട്ടെ. ദിയ ദിലീപ് ഈ ക്ലാസ്സിലുണ്ടോ? ദിയ ദിലീപ് ഈ ക്ലാസ്സിലുണ്ടോ? ആൽഫിയ ഷിജു ഈ ക്ലാസ്സിലുണ്ടോ? അയ്യോ, ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികളാണോ ഇതൊക്കെ? പ്രിൻസിമോൾ ബിനു. ആ പ്രിൻസി, നമ്മൾ ഇന്ന് എന്താ ചെയ്തതെന്നൊന്ന് പെട്ടെന്ന് പറയാമോ? ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങള് മറന്നുപോയോ? ആ ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? പഠിച്ചത് സുഖാസന. ഓക്കെ, ടീച്ചർ പറഞ്ഞതാണ് സുഖാസന. ഓക്കെ, പ്രിൻസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്തത് സുഖാസന, പിന്നെ അതിനുശേഷം ഇപ്പോ ചെയ്തത് ലാസ്റ്റ് പ്രണമാസന. അപ്പൊ സുഖാസനയും പ്രണമാസനയുമാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഈ സമയത്ത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നാളെയും വരുമോ ക്ലാസ്സില്? ഇന്നലെ പോയവർ ഇന്ന് വരാതെ ഇരിക്കുന്ന പോലെ ചെയ്യുമോ നിങ്ങള്? നാളെയും ക്ലാസ് വരണം കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ ടീച്ചറിനോട്? ടീച്ചറിന്റെ പേര് ഈവ സാറ ജേക്കബ്. ചോദിച്ചോ. ഇല്ല, സാറ്റർഡേയും സൺഡേ നമുക്ക് ക്ലാസ് ഇല്ല. മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഉള്ളു. അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് വരണം. ഓക്കെ, സാറ്റർഡേ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറയും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നമ്മളിപ്പം ജൂൺ 21 വേൾഡ് യോഗ ഡേ ആണ്. അപ്പൊ അതിനുശേഷം നമുക്ക് സസ്പെൻസ് ഞാൻ പറയുന്നില്ല, കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. യോഗ അല്ലാതെ കുറെ അധികം കാര്യങ്ങൾ ടീച്ചറിന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ടീച്ചർ തരാം. ഓക്കെ, ടീച്ചറിന്റെ കയ്യിലുണ്ട് യോഗ അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. സസ്പെൻസ് ആണ് കേട്ടോ. ആ എന്തോ നമ്പർ ടീച്ചർ കമന്റ് ബോക്സ് ഇട്ടാ മതിയോ? ജാൻസി ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് യോഗയും അതുപോലെ എക്സസൈസും ഒക്കെ തരും. ബാക്കി എന്തൊക്കെ പഠിപ്പിക്കുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പിന്നാലെ നിങ്ങൾക്ക് അറിയിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്ന ലിങ്കില് സമയം നിങ്ങളോട് പറയുന്നതിന് ടീച്ചർ ഒരു 10-15 മിനിറ്റ് നേരത്തെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും നേരത്തെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പലരും ഇന്ന് പകുതി ആയപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പം നാളെ തുടങ്ങി അങ്ങനെ ആവരുത്. ഒരു 5 മിനിറ്റ് മുമ്പേ നിങ്ങൾ ലിങ്കിൽ കയറി ജോയിൻ ചെയ്തിരിക്കണം. എന്നിട്ട് റെഡി ആയിട്ട് ഇരുന്നാലേ ടീച്ചറിന്റെ കറക്റ്റ് ടൈമിൽ ക്ലാസ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് അത് പ്രയോജനമുള്ളൂ. അതുപോലെ തന്നെ ഫോൺ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക നിങ്ങൾ. എന്നാലേ നിങ്ങൾക്ക് അവിടെ ഇരുന്നും നിന്നും ഒക്കെ ചെയ്യുമ്പോൾ ഫോൺ കൈപ്പിടിച്ചോണ്ട് ഏതായാലും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഫോൺ എവിടെയെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്തോ മേശപ്പുറത്തോ കട്ടിലേലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊക്കി വെച്ചിട്ട് കസേരയിലോ എവിടെയെങ്കിലും ഫോൺ സെറ്റ് ചെയ്ത് വെക്കുക. ടീച്ചർ പറയുന്നത് കേൾക്കാനും കാണാനും വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് യോഗയുടെ ക്ലാസ് മൺഡേ ടു ഫ്രൈഡേ. അപ്പൊ ഇന്നിപ്പം വ്യാഴാഴ്ചയല്ലേ ആയത്. അപ്പൊ നാളെ ഫ്രൈഡേ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മൺഡേ ടു ഫ്രൈഡേ 8 മണിക്ക്
മണിക്ക് നിങ്ങൾക്ക് യോഗയുടെ ക്ലാസ് ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങളെ നേരത്തെ അറിയിക്കും. തൽക്കാലം ഇവ ടീച്ചറിന്റെ നമ്പർ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി. ഇവ ടീച്ചറിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ ഇവ ടീച്ചറിന്റെ നമ്പർ തരാം. അത് മതി. ഓക്കെ ടീച്ചർ, ജാൻസി ടീച്ചർ പറഞ്ഞു കേട്ടല്ലോ എല്ലാവരും? ഓക്കെ. പിന്നെ ബാക്കി കാര്യങ്ങള് നിങ്ങൾ യോഗയ്ക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ഇവ ടീച്ചർ കണ്ടോ റെഡി ആയിട്ട് നിന്ന് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പൂജയൊക്കെ നല്ല റെഡിയാ. കുറെ പേരെ കണ്ടോളൂ ടീച്ചർ, ബാക്കിയുള്ളവര് വീഡിയോ ഓണാക്കാൻ കണ്ടില്ല. റെഡി ആയിട്ട് മാറ്റി വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെങ്കിൽ തലയിൽ എന്തെങ്കിലും പായോ നല്ല കട്ടിയുള്ള ഷീറ്റോ വിരിച്ചിട്ടേ നിങ്ങൾ നിൽക്കാവുള്ളൂ. അതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു. ഇന്ന് പലരും എഴുന്നേറ്റ് പടിയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെയൊന്നും അല്ല. യോഗയ്ക്കൊക്കെ വരുമ്പോൾ നല്ല റെഡി ആയിട്ട് മുടിയൊക്കെ കെട്ടി വെച്ച് നമ്മൾ എക്സസൈസ് ചെയ്യാൻ നിൽക്കുക. അതിനനുസരിച്ച് വേണം നിൽക്കാനായിട്ട്. അങ്ങനെ റെഡി ആയിട്ട് വേണം നിൽക്കാനായിട്ട്. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേക്കണം. ഒരു 7:30 ആകുമ്പോഴെങ്കിലും എല്ലാവരും എണീറ്റിരിക്കണം. എണീറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ച് അധികം ഫുഡൊന്നും കഴിക്കണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഒരു വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേക്കാനൊക്കെ പഠിക്കണം. ഇപ്പൊ എന്ന് ഈ 10 മണിക്ക് എഴുന്നേറ്റ് 10 മണിയായി ശീലം. അതുകൊണ്ട് നാളെ തുടങ്ങി 7 മണിക്ക് എഴുന്നേക്കുക. അതിന് മുമ്പ് എഴുന്നേക്കുന്നവർ എഴുന്നേറ്റോ കേട്ടോ, കുഴപ്പമില്ല. 8 മണിക്കും 9 മണിക്കും ഒക്കെ എഴുന്നേക്കുന്നവര് നാളെ തുടങ്ങി 7 മണിക്ക് വിളിക്കാൻ അമ്മയോട് പറയണം. എന്നിട്ട് 7 മണിയാകുമ്പോൾ എഴുന്നേക്കുക.